രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഭീഷണിയുമായി BJP. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു. BJP മാർച്ചിൽ സ്വാഗത പ്രസംഗത്തിനിടെയായിരുന്നു ഈ ഭീഷണി. മാത്രം സൂചിപ്പിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ്, ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇപ്പോഴും കാല് കുത്തിയാണ് നടക്കുന്നതെന്നും തലയാണ് വേണ്ടതെങ്കിൽ നീട്ടിവെച്ച് കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. അല്ല, ഈ നാട്ടില് പിന്നെ BJP കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് BJP എതിർക്കുന്നതുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത്. അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത്. ഇപ്പൊ തലയാ പറയുന്നതെങ്കിൽ തലയങ്ങോട്ട് നീട്ടി വെച്ച് കൊടുക്കും. എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. അശ്വിൻ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് BJP മാർച്ച്, അത് സംഘർഷത്തിൽ കലാശിച്ചു. നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ തുടർച്ച എന്ന വട്ടം BJP-യുടെ ജില്ലാ നേതാക്കൾ വീണ്ടും വലിയ കൊലവിളി പ്രസംഗങ്ങളും ഒക്കെയായി വരുന്നു. രാഹുൽ അതിന് മറുപടി പറയുന്നു. എന്താണ് പാലക്കാട്ടു നിന്നുള്ള വിവരങ്ങൾ? BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ്റെ വാക്കുകളാണ് കേട്ടത്. കഴിഞ്ഞ ദിവസം ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേരിടാനുള്ള തീരുമാനത്തിനെതിരെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു മാർച്ച് കോൺഗ്രസ് നടത്തിയിരുന്നു. അന്ന് അതിനുശേഷം BJP-യും ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിലും രാഹുലിൻ്റെ കാല് വെട്ടുമെന്നായിരുന്നു BJP നേതാക്കളുടെ ഭീഷണി. അതിനുശേഷം ഇന്ന് വീണ്ടും ഒരു ഭീഷണിയുമായി എത്തുന്നു. എന്തായാലും ഈ സംഭവങ്ങൾ വലിയൊരു വിവാദത്തിലേക്ക് പോകുന്നതിനിടെയാണ് BJP-യുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഒരു MLA-ക്കെതിരെ ഇത്രയും വലിയ ഭീഷണിയുമൊക്കെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് കൗതുകം. എന്തായാലും രാഹുൽ അതിനെയൊന്നും അത്ര വലിയ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് ലഭ്യമാകുന്നത്. അന്ന് കാല് വെട്ടുമെന്ന് പറഞ്ഞെങ്കിൽ അതേ കാലുകൊണ്ടാണ് ഇന്ന് പാലക്കാട് കൂടി നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തലയാണ് വേണ്ടതെങ്കിൽ തല നീട്ടിവെച്ച് തരാൻ തയ്യാറാണ്, പക്ഷേ മാപ്പ് പറയാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഭീഷണിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരം BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് ഈ ഭീഷണിക്കെതിരെ നടത്തുകയാണ്. തുടർച്ചയായുള്ള ഭീഷണികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് വൈകുന്നേരം BJP-യുടെ ജില്ലാ ഓഫീസുകളിലേക്ക് ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്.